ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓശാന, യേശുനാഥൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം. ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് ഈ ഓശാനയുമായി ബന്ധപ്പെട്ട് ഒരു 3 കാര്യങ്ങൾ ചിന്തിച്ച് കടന്നു പോകാം എന്ന് കരുതുകയാണ്. ഒന്നാമതായിട്ട്, ഈ കുരുത്തോലയുമായിട്ട് ജെറുസലേമിൽ ഈശോയെ വരവേൽക്കാൻ നിൽക്കുന്ന ആ ജനങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ ചിന്തകൾ. രണ്ടാമതായി, യേശുനാഥൻ ആ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ. ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്ന യേശുനാഥൻ ആ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട്, ഇന്ന് കുരുത്തോലയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ഓർമ്മ അനുസ്മരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന ചിന്ത എന്തായിരിക്കണം? എപ്രകാരമാണ് നമ്മൾ ഈ ഓശാനയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കേണ്ടുന്നത്? ഈ ഓശാന തിരുനാളിൻ്റെ വായനകളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12, 13, 14 തിരുവചനങ്ങളാണ്. ഇതിൽ 12, 13 തിരുവചനങ്ങളിൽ ജനങ്ങൾ എപ്രകാരം യേശുനാഥനെ വരവേൽക്കുന്നുവെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം 12-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രയേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ കുരുത്തോലയുമായിട്ട് കടന്നു വരുന്ന മനുഷ്യർ, ഈ കുരുത്തോല ഒരു വിജയത്തിൻ്റെ സൂചന നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഈന്തപ്പനയുടെ കുരുത്തോലകളും പിടിച്ചുകൊണ്ട് ഇവർ എപ്പോഴൊക്കെ ജെറുസലേമിൽ ഇപ്രകാരം ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ, അവർ നമുക്ക് പഴയ നിയമത്തിൽ വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും. അത് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു സുദിനത്തിലാണ്. 1 മക്കബയർ 13-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ശിമിയോൻ ശത്രുവിന് മേലെ ഒരു വലിയ വിജയം കൈവരിച്ചതിന് ശേഷം ഇസ്രയേലിയർ ഒരു വലിയ ആഘോഷ പ്രകടനം നടത്തുന്നുണ്ട്. അന്ന് അവർ ഈ കുരുത്തോലയുമായിട്ടാണ് ഈ ആഘോഷ പ്രകടനം നടത്തുന്നത്. അതുപോലെ തന്നെ 2 മക്കബയർ 10-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലും നമ്മൾ കാണുന്നുണ്ട് യൂദാസ് മക്കബിയൂസ് നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ച ദിവസം അവിടെ ഉണ്ടായിരുന്ന വിജാതി വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ദിവസവും ഒരു കുരുത്തോലയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആഘോഷത്തിൽ പങ്കുചേരുന്നത്. അപ്പോൾ ഈ കുരുത്തോല യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പങ്ക് വഹിക്കുന്നൊരു കാര്യമാണ്. അവരുടെ സന്തോഷത്തിൻ്റെ അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതൊക്കെ ഈ കുരുത്തോലയും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് യേശുനാഥൻ ഈ ജെറുസലേമിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിലുള്ള കുരുത്തോല അത് സൂചിപ്പിക്കുന്നത് അവർക്ക് എന്തോ ലഭിക്കുന്നുണ്ട്, അവർ സന്തോഷത്തിലാണ്, അവർക്ക് അവരുടെ ഒരു രാജാവിനെ ലഭിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് അവർ ഈ കുരുത്തോലയും പിടിച്ചുകൊണ്ട് യേശുനാഥനെ വരവേൽക്കുന്നത്. അതോടൊപ്പം ചേർത്തുകൊണ്ട് തന്നെ അവരെ ആർത്തുല്ലസിച്ച് പാടുകയാണ്, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രയേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ ഒരു സംഭവം നടക്കുന്നത് നമുക്കറിയാം ലാസർ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷമാണ്. ഈ ലാസർ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ഒത്തിരി പേര് യേശുവിൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ലഭിക്കേണ്ടുന്ന എന്തോ യേശുനാഥിൽ നിന്ന് ലഭിക്കുമെന്നൊരു ഉൾവിളി അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി അവരുടെ രാജാവായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ടുന്ന സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുമെന്നുള്ള ബോധ്യം ഈ മനുഷ്യരുടെയൊക്കെ ഹൃദയങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഒരിക്കലും യഹൂദ നേതൃത്വം യേശുവെ ഇരിക്കുന്നില്ല എങ്കിലും പാവപ്പെട്ട മനുഷ്യരും ഒട്ടും ഒന്നിലും ശരണം വയ്ക്കാൻ കഴിയാത്ത മനുഷ്യരുമൊക്കെയാണ് ഈശോയുടെ മുമ്പിലേക്ക് ഈ കുരുത്തോലയും പിടിച്ചുകൊണ്ട് വരുന്നത്. അവർക്ക് ലഭിച്ച ഒരാശ്രയമായിരുന്നു യേശുനാഥൻ. എന്നാൽ അവർ ചിന്തിക്കുന്ന ഒരു മെസ്സിഹ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മെസ്സിഹയാണ്. തങ്ങളെ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു യുദ്ധം നടത്തിക്കൊണ്ട് അവരെ രക്ഷിക്കുന്ന ഒരു മെസ്സിഹയെ പറ്റിയിട്ടാണ് ഇസ്രയേലിയർ കനവ് കാണുകയും ജെറുസലേം നിവാസികൾ കനവ് കാണുകയും അവർ ഈശോയെ
വരവേറ്റുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെയാണ് അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആഗ്രഹങ്ങൾ, അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു എന്നൊരു ബോധ്യം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ വിശ്വസിക്കുകയും ഈശോയുടെ വിളിച്ചു പറയുകയും ചെയ്യുന്നു, ഓസാന, ഞങ്ങൾ രക്ഷിക്കണമേ എന്ന്. ഞങ്ങൾക്ക് രക്ഷ വേണം, ആ രക്ഷ അങ്ങേക്ക് തരാനായിട്ട് സാധിക്കും. എന്നാൽ അവരാഗ്രഹിക്കുന്ന രക്ഷ അത് ഒരു ഭൗതികമായ രക്ഷയാണ്, ഈ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ലഭിക്കുന്നൊരു രക്ഷയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യർ ആർത്തു വിളിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുനാഥൻ ഇവിടെ അവരുടെ മുമ്പിലേക്ക് തുറന്നു നൽകുന്ന പാഠം എന്താണ്? യേശുനാഥൻ തൻ്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന പാഠം എന്താണ്? അത് നമുക്ക് 14-ാമത്തെ വാക്യത്തിൽ, 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. ഇവിടെ യേശുനാഥൻ ഈ രാജകീയ പ്രവേശനം നടത്തുന്നത് ഒരു കഴുതയുടെ പുറത്ത് ഏറിയിട്ടാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു രാജകീയ പ്രവേശനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ ശക്തനായ രാജാക്കന്മാരെയൊക്കെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിച്ച് കേൾക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് ഒരു കുതിരപ്പുറത്താണ്. ഈ കുതിരയെ കാണിക്കുന്നത് തന്നെ ഒരു ശക്തി സ്രോതസ്സായിട്ടാണ്. അവർക്ക് അവരുടെ പാഠവും തെളിയിക്കാനായിട്ട്, അവർ അധികാരത്തിൻ്റെ ഒരു വസ്തുത എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുതിരപ്പുറത്ത് വരുന്ന രാജാവായിട്ട് അവരെയൊക്കെ ഈ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ എഴുതി വയ്ക്കുന്നത്. എന്നാൽ യേശുനാഥൻ ഇവിടെ കടന്നു വരുന്നത് ഒരു കഴുതപ്പുറത്ത് കയറിക്കൊണ്ടാണ്. വളരെ മനോഹരമായിട്ടാണ് യേശുനാഥൻ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. കഴുതയെന്ന് പറയുന്നത് ഈ വിഴുപ്പ് ചുമക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു മൃഗം ആണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും പലരും ഈ ഭാരങ്ങളൊക്കെ ഈ കഴുതയുടെ പുറത്താണ് വെച്ച് കൊടുക്കുന്നത്. കഴുത ആ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് യജമാനന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു മൃഗമാണ്. ഒരിക്കലും ഒരു ശക്തനായ ഒരു മൃഗമായിട്ട്, അല്ല ശക്തിയുള്ളൊരു മൃഗമായിട്ട് കഴുതയെ ആരും കാണാറില്ല. യേശുനാഥനും ഇപ്രകാരം തന്നെയാണ്. തൻ്റെ സ്വർഗരാജ്യം വെടിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും ദൈവരാജ്യം നമുക്ക് വേണ്ടിയിട്ട് പ്രഘോഷിക്കുകയും നമ്മുടെ എല്ലാം ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജെറുസലേമിലേക്ക് കടന്നു പോവുകയാണ്. ജെറുസലേമിലേക്ക് എത്തുന്നതിന് മുമ്പ് യേശുനാഥൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു പ്രവാചകനും ജെറുസലേമിൽ വെളിയിൽ വധിക്കപ്പെട്ടിട്ടില്ല. യേശുനാഥനും ഈ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു മരണം ഏറ്റുവാങ്ങാനായിട്ടാണ്. അതാണ് യേശുനാഥൻ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു നൽകുന്ന ഒരു വലിയ പാഠം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മിശിഹായ് അല്ല ഞാൻ എന്ന് യേശുനാഥനോട് പറയുകയാണ്. ഇവർക്ക് പൂർണ്ണമായിട്ടും സമാധാനം നൽകാനാണ് യേശുനാഥൻ കടന്നു വന്നത്. എന്നാൽ ഈ സമാധാനം ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു യുദ്ധം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടോ ഒന്നുമല്ല യേശുനാഥൻ അവർക്ക് ആ സമാധാനം നൽകാൻ പോകുന്നത്. നേരെ മറിച്ച് കുരിശിൽ ഒരു ബലിയായി തീരുകയും കുരിശിൽ സ്വയം നൽകിക്കൊണ്ടാണ് യേശുനാഥൻ ആ സമാധാനം ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നത്. ഈ സമാധാനം കൈവരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത്? മറ്റൊന്നുമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള അത്ര ഏക ദൈവവുമായിട്ട് ഐക്യത്തിൽ നിലനിൽക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ഹൃദയത്തിലും ഓരോ വ്യക്തി ജീവിതത്തിലും ആ ജെറുസലേമിലെ ജനങ്ങളുടെ ഹൃദയത്തിലുമൊക്കെ ഈ സമാധാനം കൈവരും. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടുന്നത്. ഈ രാജകീയ പ്രവേശനം നടത്തുന്ന ക്രിസ്തുവിനെ ഹോശാന പാടി എതിരേൽക്കുമ്പോൾ നമ്മളും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കേണ്ടുന്നത് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലെ ഐക്യത്തെ പറ്റിയിട്ടാണ്. അതാണ് യേശുനാഥൻ തൻ്റെ ഈ കുഞ്ഞു പ്രവൃത്തിയിലൂടെ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വരച്ചു വയ്ക്കുന്നത്. ഒരിക്കലും അവരാഗ്രഹിക്കേണ്ടുന്നത് ഒരു ശക്തനായ രാജാവിനെ അല്ല. തീർച്ചയായിട്ടും യേശുനാഥൻ ശക്തനാണ്. എന്നാൽ അവിടുത്തെ ശക്തി അത് എളിമയിലാണ്. പൂർണ്ണമായിട്ടും ആ കുരിശിലേക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ടാണ് യേശുനാഥൻ അവിടുത്തെ ശക്തി പ്രകടമാക്കിയത്. ഇനി നമ്മൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. എപ്രകാരമാണ് നമ്മൾ ഈ കുരുത്തോലയും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഓർമ്മ തിരുനാൾ അനുഗ്രഹപ്രദമായിട്ട് മാറുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കുരുത്തോലയും വഹിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് പോകുന്നത്? അതിന് എന്താണ് അർത്ഥമുള്ളത്? ഹോശാന ഞായർ ആണ് എന്ന് കരുതിയിട്ട് രാവിലെ എണീറ്റ് ദേവാലയത്തിലേക്ക് പോവുകയും കുരുത്തോലയും വഹിച്ചുകൊണ്ട് എല്ലാവരും പ്രദക്ഷിണമായിട്ട് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു,
ഒരു ദിവ്യബലി കൂടുന്നു, കടന്നു വരുന്നു. ഇത് മാത്രമാണോ ഈ കുരുത്തോല ഞായറാഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന നന്മ? സഭ നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ഓർമ്മ തിരുനാൾ എടുത്തു വയ്ക്കുമ്പോൾ നമ്മളും നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, സ്വർഗീയ ജെറുസലേമിലേക്ക് ആ മണവാളനുമൊത്ത് കടന്നു പോകേണ്ടുന്ന, ആ മണവാളനെ കാണാനായിട്ട്, യേശുനാഥനെ കാണാനായിട്ട്, രാജാവായ ഈശോയെ കാണാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കുരുത്തോലയുമായിട്ട് കടന്നു പോകുന്ന വിശുദ്ധരെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും ആ കുരുത്തോലയും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നത്. കേവലം കുരുത്തോലയും വഹിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ചടങ്ങ് കഴിച്ച് കടന്നു പോകുന്ന വ്യക്തികളല്ല നമ്മൾ. നേരെ മറിച്ച് കുരുത്തോലയും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു പോവുകയും കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന വ്യക്തികളാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നുണ്ട്: ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കയണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കുരുത്തോലയും വഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ചിന്ത ഇതുതന്നെയാണ്. നമ്മൾ കടന്നു പോകുന്നത് കേവലം ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പങ്കുചേരാനായിട്ടാണ്. നമ്മൾ ആ സിംഹാസനത്തിന് മുമ്പിലാണ് പോയി നിൽക്കുന്നത്. ഓരോ ദിവ്യബലിയും നമ്മുടെ മുമ്പിലേക്ക് മുറിയപ്പെടുമ്പോൾ യേശുനാഥൻ അവിടെ അപ്പവും വീഞ്ഞുമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക, ആ കുഞ്ഞാടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ വിധിയാളൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ദിവസത്തെ ഇന്ന് ഓരോ ദിവ്യബലിയിലും നമ്മൾ ആചരിക്കുന്നുണ്ട്. യേശുനാഥനെ നേരിട്ട് കാണണമെന്ന ആഗ്രഹം ആ കൂദാശയിലൂടെ നിറവേറ്റപ്പെടുകയാണ്. അപ്പോൾ ഈ കുരുത്തോലയും വഹിച്ചുകൊണ്ട് ഇന്ന് ഈ ഓശാന ഞായറാഴ്ച ദിവസം നമ്മൾ ആൾത്താരയ്ക്ക് ചുറ്റിലും നിൽക്കുമ്പോൾ നമ്മൾ സ്വർഗീയ അനുഭൂതിയിലായിരിക്കണം, ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും നിലനിൽക്കേണ്ടുന്നത്. അതാണ് ഈ ഓശാന ഞായർ നമുക്ക് മുമ്പിൽ നൽകുന്ന ഒരു വലിയ പാഠം. അപ്പോൾ ഇന്ന് ഈ ഓശാന ഞായർ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ യേശുനാഥന് സ്ഥാനം നൽകുകയും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ യേശുനാഥൻ നൽകിയ ആ ഒരു പാഠം എടുത്തു വയ്ക്കുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനമാണ്. ആ സമാധാനം കൈവരുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ബന്ധത്തിലും അഗാഢമായിട്ടുള്ള ബന്ധത്തിലും അതോടൊപ്പം നമ്മുടെ കൗദാശിക ജീവിതങ്ങൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥത്തിൽ നിറവേറ്റപ്പെടുമ്പോഴുമൊക്കെയാണ്. ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദാഹത്തോടു കൂടെ ഓരോ ദിവ്യബലിയിലും പങ്കെടുക്കാം. അതോടൊപ്പം ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവ്യബലി നമുക്ക് ഏറ്റവും മഹത്തരകരമായിട്ട് മാറ്റാം. കുരുത്തോലയും വഹിച്ചുകൊണ്ട് ആ അൾത്താരയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം ഒരു ദിവസം ഇതേപോലെ തന്നെ ആ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ജനസമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് ആ കുഞ്ഞാടിനെ ആരാധിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന്. അതിനു വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.